إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ്. കന്നുകാലികളെപ്പോലെ യാതൊന്നും കൽപ്പിക്കപ്പെടാതെ, യാതൊന്നും വിരോധിക്കപ്പെടാതെ ഒരു കളിതമാശയായി സൃഷ്ടിക്കപ്പെട്ടതല്ല മനുഷ്യവർഗം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ വെറുതെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ? വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെയാണോ കണക്കാക്കിയിരിക്കുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്? ഒരിക്കലുമില്ല. അല്ലാഹു നമ്മിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് അവന്റെ സന്ദേശങ്ങൾ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു നമ്മോട് നൽകിയ അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വമാ ഖലഖനസ് സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ, ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതെല്ലാം അല്ലാഹു ഒരു കളിതമാശയായി വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, മറിച്ച് ശരിയായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നാം അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, വമാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാതില, ആകാശഭൂമികൾക്കിടയിലുള്ളതിനെ ഒരു വെറുതെ ഒരു ഉദ്ദേശവുമില്ലാതെ നാം സൃഷ്ടിച്ചതല്ല. ദാലിക വന്നുൽ ലദീന കഫറു, എന്നാൽ ഇതെല്ലാം വെറുതെ ഉണ്ടാക്കിയതാണ്. ഈ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല, അതിനുശേഷം ഒരു ജീവിതമില്ല എന്നുള്ള ധാരണ, അത് സത്യനിഷേധികളുടെ, കാഫിറുകളുടെ ഒരു ധാരണ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണാനന്തര ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. അവന്റെ ഈമാൻ കാര്യങ്ങളുടെ അടിത്തറയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചതായി കാണാം. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാനിന്റെ 6 അടിസ്ഥാന സ്തംഭങ്ങൾ എണ്ണിപ്പഠിക്കുന്ന സന്ദർഭത്തിൽ അതിൽ 5-ാമത്തേതാണ് യൗമുൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. അഥവാ മരണത്തിന് ശേഷം നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സത്യപ്പെടുത്തുക, അതിൽ വിശ്വസിക്കുക എന്നുള്ളത് അത് ഈമാനിന്റെ അടിസ്ഥാന സ്തംഭമാണ്. അതിൽ വിശ്വസിക്കാതെ ഒരു വ്യക്തിയുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. കേവലം ഊഹങ്ങളോ സംശയങ്ങളോ ഒന്നും ഈ വിഷയത്തിൽ നമുക്ക് പറ്റുകയില്ല. മറിച്ച് വ്യക്തമായ തെളിവുകളോടുകൂടി നാം അതിൽ വിശ്വസിക്കേണ്ടതുണ്ട്. എന്നാൽ മരണാനന്തര ജീവിതത്തെ അതിനെ നിഷേധിക്കുന്ന, അതിനെ കളവാക്കുന്ന ആളുകൾ, അവരുടെ സംസാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അവർ പറയുകയാണ്, വഖാലു അഇദാ കുന്നാ ഇദാമൻ വറുഫാതൻ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർ റസൂലിനോട് ചോദിക്കുകയാണ്, നാം എല്ലുകളും അതുപോലെ ജീർണമായ അവശിഷ്ടങ്ങളുമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുതിയൊരു സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ഖുൽ കൂനു ഹിജാറതൻ ഔ ഹദീദ, നബിയെ അവരോട് പറഞ്ഞുകൊള്ളുക, നിങ്ങൾ കല്ലോ ഇരുമ്പോ ആയിക്കൊള്ളുക, അഥവാ അത്രയും പരുക്കവും കട്ടിയുമുള്ള വസ്തുക്കൾ നിങ്ങളായിക്കൊള്ളുക, നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ. എത്ര കട്ടിയുള്ള വസ്തു ആയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് ശേഷം നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്. മറ്റൊരായത്തിൽ കാണാം, യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ അഇദാ കുന്നാ ഇദാമൻ നഖിറ, നാം ജീർണിച്ച എല്ലുകളായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുൻ അവസ്ഥയിലേക്ക് നാം വീണ്ടും മടക്കപ്പെടുന്നവരാണോ എന്ന് കാഫിറുകളായ ആളുകൾ
അവർ ചോദിച്ചതായി കാണാം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇദാമൻ അന്നകും മുഖ്റജൂൻ. നിങ്ങൾ മരിക്കുകയും അതുപോലെ മണ്ണും അസ്ഥിശിലകളായി തീരുകയും ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ ജീവനോടെ തന്നെ പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണോ റസൂലുമാർ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഹൈഹാത ഹൈഹാത ലിമാ തുഅദൂൻ. അവർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യം അതെത്ര വിദൂരമാണ്. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്ന് പറയുന്നത് അത് ഈ ഐഹിക ജീവിതം മാത്രമാണ്. നാം മരിക്കുന്നു, മറ്റു ചിലർ ജനിക്കുന്നു, നാം ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, കാഫിറുകളായ ആളുകൾ അവർ പറയുകയാണ്. ഇതെന്തൊരു അത്ഭുതമാണ്! ഒരിക്കലും അവരുടെ ബുദ്ധി കൊണ്ട് അവർ കണ്ടെത്തിയ കാര്യമാണിത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറഞ്ഞതായി കാണാം, വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും. റസൂലേ, താങ്കൾ അത്ഭുതപ്പെടുകയാണെങ്കിൽ അവരുടെ ഈ വാക്കുകളാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത്. അതെന്താണ്? ഇദാ കുന്നാ തുറാബൻ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. ഞങ്ങൾ മണ്ണുകളായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുതുതായി വീണ്ടും സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള അവരുടെ ചോദ്യം അതൊരു അത്ഭുതമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ റസൂലിനെ പഠിപ്പിക്കുകയാണ്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും അല്ലാഹുവിന്റെ ശക്തിയും കഴിവുമെല്ലാം നേരിട്ട് കണ്ടിട്ടും അവർ മരണാനന്തര ജീവിതത്തെ അവർ നിഷേധിക്കുന്നത് അതൊരു അത്ഭുതം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മരണാനന്തര ജീവിതമുണ്ട്, അതിലൊരു മുസ്ലിം സംശയിക്കുകയില്ല. എന്നാൽ വളർന്നു വരുന്ന നമ്മുടെ തലമുറയിലെ മക്കൾ അവരതാ പുരോഗമനത്തിന്റെ ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിൽ നിന്നും അവരെ അടർത്തി മാറ്റാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ ദിനേന പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ മക്കളിൽ അവർ പഠിപ്പിച്ച ഒരു കാര്യമാണ്, ജീവിതം ഒന്നേയുള്ളൂ, അതടിച്ചു പൊളിക്കണ്ടേ, നമ്മുടെ ലൈഫ് അതൊന്നേയുള്ളൂ, ആ ജീവിതത്തെ നമുക്ക് കളറാക്കണ്ടേ എന്നുള്ള രൂപത്തിൽ അവർ സംസാരിക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ പല മക്കളും അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള കുഫറിന്റെ ഡയലോഗുകൾ, അത്തരത്തിലുള്ള സംസാരങ്ങൾ അതെന്തോ വലിയ സംഭവമായി കൊണ്ട് നടക്കുന്നതായി കാണാം. യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ വഴിയിൽ നിന്ന് അവർ വിട്ടുപോകാൻ കാരണമായേക്കാവുന്ന ഒന്നാമത്തെ സംസാരം ഇതായേക്കാം, ജീവിതം ഒന്നേയുള്ളൂ, അത് നമുക്ക് അടിച്ചു പൊളിക്കാം എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് നാം പകർന്നു നൽകണം, ജീവിതം എന്ന് പറയുന്നത് അതിവിടെയല്ല, വരാനിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അവിടെയാണ് യഥാർത്ഥ വിജയവും പരാജയവും തീരുമാനിക്കപ്പെടുന്നത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് നാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ ഒരൊറ്റ ജീവിതമേയുള്ളൂ, ഇനി ഈ ദുനിയാവിലേക്ക് ഒരു മടക്കമില്ല. എന്നാൽ ഈ ദുനിയാവിലെ ജീവിതത്തോടുകൂടി തീരുന്നതല്ല ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. അവൻ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു വിചാരണ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ദിനം വരാനുണ്ട് എന്ന് നാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തെ നിഷേധിക്കുന്ന ആളുകൾ അവർ പ്രധാനമായും രണ്ട് വിഭാഗക്കാരാണ്. ഒന്നാമത്തേത് നിരീശ്വരവാദികളാണ്. ഈ ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് വാദിക്കുന്നവർ, അല്ലാഹു ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ, ഇതെല്ലാം തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്നവർ, അവരാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവർ അല്ലാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ അവർ നിഷേധിക്കുകയാണ്. അവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന അറബികൾ. അവർ അള്ളാഹുവിനെ അവർക്കറിയാമായിരുന്നു. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതാരാണ്, അതിനെ സൃഷ്ടിച്ചതാരാണ് എന്നവരോട് ചോദിച്ചാൽ അവർ അള്ളാഹുവാണെന്ന് പറയുമായിരുന്നു. അതോടൊപ്പം അവർ മരണാനന്തര ജീവിതത്തെ കളവാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംസാരമായി വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞതായി കാണാം, വകാനൂ യഖൂലൂൻ, അവർ ഇപ്രകാരം പറയുമായിരുന്നു, ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ. ഞങ്ങൾ മരിച്ച് മണ്ണായി അസ്ഥിശിലകളായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ? അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, തീർച്ചയായും നിങ്ങളുടെ പൂർവികരും നിങ്ങളുടെ പിൽക്കാലക്കാരുമെല്ലാം ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, ഒരു നിശ്ചിത ദിവസത്തെ കൃത്യമായ അവധിക്ക് ശേഷം അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അവർ പറഞ്ഞതായി കാണാം, വഖാലൽ ലദീന കഫറു, കാഫിറുകൾ പറയുകയാണ്, ഇദാ കുന്നാ തുറാബൻ വആബാഉനാ ഇന്നാ ലമുഖ്റജൂൻ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുമെല്ലാം അവരൊക്കെ മണ്ണായി കഴിഞ്ഞതിന് ശേഷം അവരവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണോ? എന്നിട്ട് അവർ പറയുകയാണ്, ലഖദ് വഉദിനാ ഹാദാ നഹ്നു വആബാഉനാ, നിങ്ങൾ ഈ പറയുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുമെല്ലാം അതിനെക്കുറിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ടവരാണ്. എന്നിട്ട് പറയുന്നു, ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ,
ഇതൊക്കെ നിങ്ങളുടെ പൂർവികന്മാരുടെ ചില ഇതിഹാസങ്ങൾ, ചില കെട്ടുകഥകൾ മാത്രമാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ, കാഫിറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അവൻ അല്ലാഹു ഉണ്ട്, അല്ലാഹുവാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത്, അതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതിനെ അറിയിക്കുന്ന ധാരാളം തെളിവുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അത് നാം പഠിക്കുകയും നമ്മുടെ മക്കൾക്ക്, വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറയിലേക്ക് നാം അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവൻ നിന്നെ സൃഷ്ടിച്ചത്. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിന് നിന്നെ വീണ്ടും സൃഷ്ടിക്കുക എന്നത് അവനെ സംബന്ധിച്ച് അത് എളുപ്പമുള്ള കാര്യമാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് വാദിക്കുന്ന ആളുകൾ അവരവരുടെ ജീവിതത്തിന്റെ തുടക്കം അവർ മറന്നു പോവുകയാണ്, അവർ അത് അവിസ്മരിക്കുകയാണ്, അവർ അതിനെ വിസ്മരിച്ചു കളയുകയാണ്. മനുഷ്യൻ അവനൊന്നുമല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യനൊന്നും പറയപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഇല്ലാത്തൊരു കാലഘട്ടം അവനിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ. മരണത്തെ നിഷേധിക്കുന്ന ആളുകൾ, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ആളുകൾ അവൻ പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ജീവനോടുകൂടി എന്നെ തിരിച്ചു കൊണ്ടുവരപ്പെടുമെന്നാണോ? ആ സന്ദർഭത്തിൽ അല്ലാഹു പറയുന്നു, അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ. അവൻ ഓർക്കുന്നില്ലേ, അവനൊന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം അവനിലൂടെ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയത് എന്നവൻ ഓർക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കുക. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ. നാം നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് ബീജത്തിൽ നിന്നും. സുമ്മ മിൻ അലഖത്തിൻ, പിന്നീട് ഭ്രൂണത്തിൽ നിന്നും. അല്ലാഹു അവന്റെ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളും എടുത്തെടുത്ത് പറയുകയാണ്. ഒന്നുമല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. അങ്ങനെ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടത്തെയും പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. അതുകൊണ്ട് അല്ലാഹു അവൻ തന്നെയാണ് സത്യമായിട്ടുള്ളവൻ. വ അന്നഹു യുഹ്യിൽ മൗത, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്. വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. വ അന്ന അസ്സാഅത ആതിയതുൻ ലാ റൈബ ഫീഹാ, ഖിയാമത്ത് നാൾ അത് വന്നെത്തുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, അല്ലാഹു ഖബറിലുള്ളവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. നോക്കൂ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനുള്ള തെളിവായി അല്ലാഹു പറഞ്ഞതെന്താണ്? അവന്റെ ജീവിതത്തിന്റെ തുടക്കം അവനെ ഓർമ്മിപ്പിക്കുകയാണ്, അതവന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അല്ലാഹുവിന് നിന്നെ വീണ്ടും സൃഷ്ടിക്കുക എന്നത് അല്ലാഹുവിനെ സംബന്ധിച്ച് അത് എളുപ്പമാണ്. സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ. മനുഷ്യൻ അവൻ കാണുന്നില്ലേ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്നവർ, ഉയർത്തെഴുന്നേൽപ്പിനെ കളവാക്കുന്നവർ, അവർ കാണുന്നില്ലേ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, അവനെ നാം ഒരു ബീജഗണത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അവൻ കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വദറബ ലനാ മസലൻ, അവൻ നമുക്കൊരു ഉപമ പറഞ്ഞിരിക്കുകയാണ്. വനസിയ ഖൽഖഹു, അവനാകട്ടെ അവന്റെ സൃഷ്ടിപ്പിനെ പറ്റി അവൻ മറന്നു കളയുകയും ചെയ്തിരിക്കുന്നു. അവന് പറയുന്ന ഉപമ എന്താണ്? ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഈ എല്ലുകളായി പോയ, ദ്രവിച്ചു പോയ ഈ എല്ലുകൾക്ക് ആരാണ് ജീവൻ കൊടുക്കുന്നത് എന്നവൻ അല്ലാഹുവിനോട് ഉപമ പറയുകയാണ്. ദ്രവിച്ചുപോയ എല്ലുകൾക്ക് ജീവൻ കൊടുക്കാൻ മനുഷ്യന് കഴിയുകയില്ല. ഈ മനുഷ്യനുമായി അവൻ അല്ലാഹുവിനെ ഉപമപ്പെടുത്തുകയാണ്. അവന്റെ ജീവിതത്തിന്റെ തുടക്കത്തെക്കുറിച്ച് അവൻ മറന്നുപോയിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതമുണ്ട് എന്നതിനുള്ള ഒന്നാമത്തെ തെളിവ്, അല്ലാഹു നിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. അങ്ങനെ അല്ലാഹുവിനെ നിന്നെ വീണ്ടും ഒരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതിന് അല്ലാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല എന്നതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവായി പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനേക്കാൾ എത്രയോ വലിയ സൃഷ്ടികളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊന്നും അല്ലാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. നാം മനുഷ്യരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. 50 കിലോ ഭാരമുള്ള വസ്തു ചുമക്കാൻ കഴിയുന്ന വ്യക്തിക്ക് അവൻ 5 കിലോ ചുമക്കാൻ കഴിയുമെന്നതിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. ദൂരങ്ങളോളം, കിലോമീറ്ററുകളോളം താണ്ടി നടന്നവന് അവന് 1 കിലോമീറ്റർ നടക്കുന്നത് അതവന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമല്ല. അതുപോലെ ഒരു ശക്തനായ, ഒരു തടിച്ച ഒരു വ്യക്തിയെ, ഒരു മല്ലനായ ഒരു വ്യക്തിയെ ഇടിച്ചു വീഴ്ത്തിയ ഒരുവന് അവന് മെലിഞ്ഞ ഒരു വ്യക്തിയെ ഇടിച്ചു വീഴ്ത്താൻ, അവനെ കീഴ്പ്പെടുത്താൻ അവന് നിഷ്പ്രയാസം കഴിയുന്നതാണ്. ഇതൊരു മനുഷ്യന്റെ കാര്യമാണിത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങനെയല്ല. അവന് മനുഷ്യരുമായി ഉപമിക്കാൻ പറ്റുകയില്ല.
കഴിയില്ല. അതിനേക്കാൾ എത്രയോ ഉന്നതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയെ അതിനേക്കാൾ ചെറുത് ചെയ്യാൻ കഴിയില്ല എന്ന് അവനെക്കുറിച്ച് നാം ആരോപിക്കുമ്പോൾ അതവനെ കുറ്റപ്പെടുത്തലാണ്, അതവനെ ആക്ഷേപിക്കലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എത്രയോ സ്ഥലങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്, ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നത് അത് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ്. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. എന്നാൽ മനുഷ്യരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരായത്തിൽ കാണാം, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവന് അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കുവാൻ അവന് കഴിവുള്ളവനല്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും വലം യഅയ ബിഖൽഖിഹിന്ന, അങ്ങനെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് കാരണം യാതൊരു ക്ഷീണവും ബാധിക്കാതിരിക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, അവൻ മരണപ്പെട്ടവരെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അവർക്കത് കണ്ടുകൂടെ? അല്ലാഹു ചോദിക്കുകയാണ്, ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതെ, അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനുള്ള രണ്ടാമത്തെ തെളിവായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ നിസ്സാരമായ ഒരു ജീവിയാണ്, ഒരു വസ്തുവാണ്. അതിനേക്കാൾ എത്രയോ ഭയാനകരമായ, അതിനേക്കാൾ എത്രയോ വലിയ വസ്തുക്കളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അവന് മനുഷ്യരെ വീണ്ടും സൃഷ്ടിക്കുക എന്നത് അത് നിഷ്പ്രയാസമായ കാര്യമാണ് എന്നതാണ് രണ്ടാമത്തെ തെളിവായി പണ്ഡിതന്മാർ പറയുന്നത്. മൂന്നാമതായി അവർ രേഖപ്പെടുത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനെ, ഒരു പദാർത്ഥത്തെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിവുള്ളവനാണ്. ഉദാഹരണമായി വെള്ളമെടുക്കുക. ഒരു വെള്ളം അത് തണുപ്പുള്ള അന്തരീക്ഷം നന്നായി തണുക്കുന്ന സന്ദർഭത്തിൽ ആ വെള്ളം അത് ഐസായി തീരുകയാണ്. അന്തരീക്ഷം ചൂടാകുമ്പോൾ ആ വെള്ളം വീണ്ടും അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയാണ്. ആ വെള്ളത്തെ നാം ഒന്നുകൂടി ചൂടാക്കുകയാണെങ്കിൽ അത് നീരാവിയായി പോകുന്നതാണ്. അങ്ങനെ ഒരു പദാർത്ഥത്തെ അതിനെ തന്നെ വ്യത്യസ്തമായ അവസ്ഥകളിലേക്ക് മാറ്റുന്നവൻ, അതിനെ പരിവർത്തിപ്പിക്കുന്നവൻ, അതിന് കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു ചോദിച്ചില്ലേ, വഖാലു അഇദാ വലൽനാ ഫിൽ അർദി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. ആ കാഫിറുകളായ ആളുകൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഭൂമിയിൽ ലയിച്ച് അപ്രത്യക്ഷരായാൽ വീണ്ടും ഞങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുമോ എന്നാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് സൃഷ്ടികളെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അതിനെ മാറ്റി മാറ്റി പടക്കുന്നവൻ, അവരുടെ അവസ്ഥകൾ മാറ്റുന്നവൻ, അതിന് കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ. തീർച്ചയായും ധാന്യമണികളും അതുപോലെ ഈന്തപ്പഴത്തിന്റെ കുരുവും അതിനെ പിളർക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കുരു നാം കുഴിച്ചിടുമ്പോൾ ആ കുരു വിത്ത് അത് പൊട്ടിപ്പിളരുകയും അത് ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു വിത്ത് അത് പിന്നീട് അത് ഒരു ഫലവൃക്ഷമാവുകയാണ്, അതൊരു സസ്യമാവുകയാണ്, അതൊരു ചെടിയായി മാറുകയാണ്. അല്ലാഹു പറഞ്ഞു, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി. നിർജീവമായ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ്. അതുപോലെ തന്നെ ജീവനുള്ളതിൽ നിന്നും നിർജീവമായതിനെ പുറത്തേക്ക് വരുത്തുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവനുള്ള പക്ഷികളിൽ നിന്നും ജീവനില്ലാത്ത മുട്ടയെ അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നു. ആ ജീവനില്ലാത്ത മുട്ടയിൽ നിന്നും അല്ലാഹു വീണ്ടും ജീവനുള്ള ഒരു പക്ഷിക്ക് അല്ലാഹു ജീവൻ നൽകുകയാണ്. ഇങ്ങനെ എല്ലാത്തിനും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ദരി നാറാ. പച്ച മരത്തിൽ നിന്നും നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വെള്ളത്തിന്റെ അംശമുള്ള മരത്തിൽ നിന്ന് എങ്ങനെയാണ് ഉണങ്ങിയ തീ ഉണ്ടാകുന്നത്? അത് അല്ലാഹു ഉണ്ടാക്കുന്നതാണ്. ആ അവസ്ഥ അത് അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നതാണ്. അങ്ങനെ എല്ലാത്തിനെയും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള അല്ലാഹു അവൻ മനുഷ്യനെയും അവൻ മണ്ണായി തീർന്നതിന് ശേഷം അവനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ തെളിവായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, വരണ്ടു കിടക്കുന്ന ഒരു ഭൂമി. ആ ഭൂമിയെക്കുറിച്ച് നാം ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ യാതൊരു സസ്യങ്ങളില്ല, അവിടെ പച്ചപ്പിന്റെ യാതൊരു കണികകളുമില്ല. എന്നാൽ അവിടെ മഴ വർഷിക്കുന്നതോടുകൂടി അവിടെ പച്ച പിടിക്കുകയാണ്, അവിടെ ചെടികളും സസ്യങ്ങളും എല്ലാം മുളയ്ക്കുകയാണ്. ആരാണ് ഇതിനെ മുളപ്പിക്കുന്നത്? ഇത്രയും കാലം ആ ചെടികളും സസ്യങ്ങളും ഒക്കെ എവിടെയായിരുന്നു? ആരാണ് അതിനെ മുളപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അല്ലാഹു പറഞ്ഞില്ലേ, ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാ കൈഫ യുഹ്യിൽ അർദ ബഅദ മൗതിഹാ. ഒരു ഭൂമി അത് നിർജീവമായി കിടന്നതിന് ശേഷം ആരാണ് അതിന് ജീവൻ നൽകുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ. തീർച്ചയായും അത് ചെയ്യുന്നവൻ
അവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു മഴ വർഷിപ്പിച്ച് മഴ പെയ്യുകയും അങ്ങനെ ആ മഴ മുഖേന സസ്യങ്ങൾ പുറത്തേക്ക് മുളച്ചു വരികയും ചെയ്യുന്നത് പോലെ മരിച്ചു കിടക്കുന്ന ആളുകളെ അവരെ ഭൂമിയിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുള്ളവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മുറുകെ പിടിക്കുവാനും അതിലായി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനുള്ള 4 തെളിവുകളാണ് നാം സൂചിപ്പിച്ചത്. അഞ്ചാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണിത്. അല്ലാഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല. ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമഹ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തേക്ക് അവൻ നിങ്ങളെ എല്ലാവരെയും അവൻ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അല്ലാഹു സത്യം ചെയ്തു പറയുകയാണ്, ലാ റൈബ ഫീഹ്, അതിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, അല്ലാഹുവിനേക്കാൾ സത്യസന്ധമായ വിവരം നൽകുന്നവനായി മറ്റാരുണ്ട് എന്ന ചോദ്യവുമായിട്ടാണ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. അല്ലാഹു പറഞ്ഞ കാര്യമാണ്, അത് സത്യമാണ്, അത് ഉറപ്പായും സംഭവിക്കുന്നത് തന്നെയാണ്. ആറാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ലൻ യുബ്അസു, കാഫിറുകളായ ആളുകൾ അവർ പറഞ്ഞു നാം ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. ഖുൽ, നബിയെ പറയുക, ബലാ വറബ്ബി, എന്റെ റബ്ബ് തന്നെയാണ് സത്യം, ലതുബഅസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും അവർ ചെയ്തതിനെപ്പറ്റി അവർ വിവരമറിയിക്കപ്പെടുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏഴാമത്തെ അതിന്റെ മാർഗമായി പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് നീതിയോടുകൂടി വർത്തിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ഈ നീതി അത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിനെ അനിവാര്യമാക്കുന്ന കാര്യമാണ്. അല്ലാഹു അവന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കുകയും അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിനായി പ്രവാചകന്മാരെ അവരിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങളിൽ ചില ആളുകൾ അവർ പ്രവാചകന്മാരെ അനുസരിക്കുകയും അല്ലാഹുവിന് വഴിപ്പെടുകയും അങ്ങനെ മരണം വരെ ആ ദീനിലായി ജീവിച്ചു മരിക്കുകയും ചെയ്ത ആളുകളാണ്. മറ്റു ചിലരാകട്ടെ അവർ അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കുകയും അല്ലാഹു നിഷിദ്ധമാക്കിയ ഒട്ടനവധി ഹറാമുകൾ യഥേഷ്ടം ചെയ്യുകയും ചെയ്തവരാണ്. തന്റെ കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും മറ്റുള്ളവരെ അടിച്ചമർത്തിയവർ, അവരുടെ രക്തം ചീന്തിയവർ, അവരുടെ സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്തിയവർ, ഇങ്ങനെ ധാരാളം അക്രമങ്ങളും അന്യായങ്ങളും ചെയ്ത മറ്റു ചിലരുമുണ്ട്. അങ്ങനെ എല്ലാവരും മരിക്കുകയാണ്. ഈ മരണത്തോടുകൂടി അവർക്ക് ഈ ദുനിയാവിൽ നീതി ലഭിക്കുന്നില്ല. എന്നാൽ മരണത്തോടുകൂടി അവർക്ക് നീതിയുടെ ഒരു ലോകം വരാനുണ്ട് എന്നത് അള്ളാഹുവിന്റെ നീതിയെക്കുറിച്ച് ബോധമുള്ളവർ അവർ ഈ ലോകത്തെ പ്രതീക്ഷിക്കുകയാണ്. അവർ ഈ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായി കാണാം, അം ഹസിബല്ലദീന ജതറഹു സയ്യിആത്, തിന്മകൾ പ്രവർത്തിച്ച ആളുകൾ അവർ വിചാരിക്കുകയാണോ, അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവരെ പോലെ നിങ്ങളെയുമാക്കുമെന്ന്. സവാഅൻ മഹ്യാഹും വമമാതുഹും, അതായത് അവരുടെയും നിങ്ങളുടെയും ജീവിതം ഒരുപോലെയാക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല. നന്മ ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. തിന്മകൾ ചെയ്ത ആളുകൾക്ക് അതിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങാനുള്ള ഒരു ദിനം അത് വന്നെത്തുക തന്നെ ചെയ്യും. അൻ നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവരെ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെയാക്കുമോ? ഒരിക്കലുമില്ല. അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തഖ്വയുള്ള മുത്തഖീകളായ ആളുകൾ അവരെ ചമ്മാടികളെ പോലെ നാം ആക്കുമോ? ഒരിക്കലുമില്ല. മറിച്ച് ഓരോരുത്തർക്കും അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നീതിയുക്തമായ ഒരു ദിനം അവർക്ക് വരാനുണ്ട്. അത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ദുനിയാവിൽ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർ, അതിനെ കളവാക്കുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ മുമ്പിലെത്തിയാൽ അവരുടെ അവസ്ഥ എന്താണ്? അവർ ഈ ദുനിയാവിൽ വെച്ച് പറഞ്ഞു, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ വമാ നഹ്നു ബിമബ്ഊസീൻ, ഈ ഐഹിക ജീവിതമല്ലാതെ മറ്റൊന്നും നമുക്കില്ല, നമ്മൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നായിരുന്നു അവർ ഈ ദുനിയാവിൽ വെച്ച് പറഞ്ഞത്. എന്നാൽ വലൗ തറാ ഇദ് വഖിഫു അലാ റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗമെങ്ങാനും നീ കണ്ടിരുന്നുവെങ്കിൽ ആ സമയത്ത് അല്ലാഹു അവരോട് ചോദിക്കും, അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് യാഥാർത്ഥ്യമല്ലേ? ഈ മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമല്ലായിരുന്നോ?
അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പ്രവാചകന്മാർ പറഞ്ഞു നൽകിയില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും ബലാ വറബ്ബിന, അതെ അല്ലാഹുവാണേ സത്യം, ഇത് ഉറപ്പായും ഉണ്ടാകുന്നതാണ് എന്ന് അവരവിടെ വെച്ച് സമ്മതിക്കുകയാണ്. അവരവിടെ വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സത്യമിട്ട് പറയുകയാണ്. ഈ സമയത്ത് അള്ളാഹു പറയും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചത് കാരണം നിങ്ങൾ ഈ ശിക്ഷകൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അള്ളാഹു അവരോട് പറയുന്നതാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട്. മരണം സത്യമാണ്, അതിനുശേഷമുള്ള ജീവിതവും സത്യമാണ് എന്ന ബോധ്യത്തോടുകൂടി നാം ജീവിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.